ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടുന്ന ഈ വേദിയിൽ ഞാനൊരു കൊച്ചു കഥ പറയാം. എൻ്റെ കഥയുടെ പേര് വിസ്മയം തീർത്ത കാരുണ്യം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. എന്നാൽ ഞാൻ തുടങ്ങട്ടെ. മക്ക നഗരം രുചിനമാണ്. മനസ്സിനെ കുഴണീക്കുന്ന കാഴ്ച. ഓരോ മണൽത്തരിയും കുതിച്ചു പോകുന്നു. ആ പാദസ്പർശം എന്നിലായിരുന്നുവെങ്കിലെന്ന്. ആ കാഴ്ച മറ്റാരുടേതുമല്ല, ലോക അനുഗ്രഹത്തിന് നബിയുടേതായിരുന്നു. മരുഭൂമിയിൽ നടന്നു തീരുകയാണ് തിരുമേനി. അല്പം കാടുകൾ നടന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഒരു ഏങ്ങിക്കരച്ചിലുള്ള ശബ്ദം. തങ്ങൾ ചുറ്റും നോക്കി. അപ്പോഴതാ ഒരു മലമേടം കിടന്നുറങ്ങുന്നു. തൻ്റെ അരികിൽ വലയിലകപ്പെട്ടൊരു മാൻപേട. ആ മാൻപേട തങ്ങളെ കണ്ടതോടെ കരച്ചിലിന്റെ ശബ്ദം കൂട്ടാൻ തുടങ്ങി. കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് മാൻ നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ പ്രസവിച്ചിട്ട് 3 ദിവസമായിട്ടുള്ളൂ. മക്കൾക്ക് ഭക്ഷണം തേടി വന്നതാണ്. തങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയാലോ? ഉടനെ തന്നെ നബി തങ്ങൾ മലമേടനോട് പറഞ്ഞു, ഈ മാനെ അയച്ചുവിടും. അത് അതിൻ്റെ കുട്ടികൾക്ക് പാലൂട്ടി തിരിച്ചു വരും. അപ്പോൾ മലമേടൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഹാ 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 ഹാ, ഈ മാൻ തിരിച്ചു വരുമെന്നോ? എന്ത് വിഡ്ഢിത്തമാണ് നിങ്ങൾ ഈ പറയുന്നത്? മലമേടൻ ഒന്ന് ആലോചിച്ച ശേഷം വീണ്ടും ചോദിച്ചു, ശരി, അതിന് നിങ്ങൾ ജാമ്യം നിൽക്കുമോ? നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ജാമ്യം നിൽക്കാം. ഈ മാൻ തിരിച്ചു വന്നില്ലെങ്കിൽ അതിന് പകരമായി ഞാൻ അറുത്ത് കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾക്ക് എന്നെ എന്തു വേണമെങ്കിലും ചെയ്യാം. ഉടനെ തന്നെ മലമേടൻ ആ മാനെ അയച്ചിട്ടു. മാൻ ഓടി മറഞ്ഞു. പറഞ്ഞ സമയം കഴിയാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. മലമേടന്റെ കട്ടാല പൊന്നാര തിരുനബിയുടെ കഴുത്തിലേക്ക് നീങ്ങുന്നു. അപ്പോഴതാ പൊട്ടിപ്പടലങ്ങൾ വളർത്തി ആ മാൻപേട എത്തിക്കഴിഞ്ഞു. മലമേടൻ അമ്പരന്ന് പോയി. ഇതെന്തൊരു അത്ഭുതമാണ്! ഉടനെ തന്നെ മലമേടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, താങ്കൾ ആരാണ്? നബി തങ്ങൾ പറഞ്ഞു, ഞാനാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ തന്നെ മലമേടൻ ഇസ്ലാം സ്വീകരിക്കുകയും ആ മാനെ അയച്ചുവിടുകയും ചെയ്തു. നോക്കൂ കൂട്ടുകാരെ, മുത്തുനബിയുടെ സ്നേഹം ഇത്രക്കും പറഞ്ഞ് എൻ്റെ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.